ഹായ് ഗൈസ്, നമ്മുടെ ഓണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓണം കഴിഞ്ഞെങ്കിലും ട്രിവാൻഡ്രത്തെ ലൈറ്റ്സ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. 30th വരെ എന്തോ ട്രിവാൻഡ്രത്ത് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു 3 years ആയി. ട്രിവാൻഡ്രം സിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമാവാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫെസ്റ്റിവലിനെയും ഇപ്പം ഓരോ ഫെസ്റ്റിവൽ റിലേറ്റഡ് ടു ഓരോ സിറ്റി ആയിരിക്കും. ഇന്ന ഫെസ്റ്റിവൽ ഈ സിറ്റി ആയിരിക്കും അടിപൊളി, ന്യൂ ഇയർ ചിലപ്പോൾ കൊച്ചി ആയിരിക്കും അടിപൊളി. പക്ഷേ ട്രിവാൻഡ്രത്തെ എല്ലാ ഫെസ്റ്റിവൽസിനും ഒരു വെൽക്കമിങ് അപ്രോച്ച് ഉണ്ട്. മിക്കവാറും അല്ല, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം എല്ലാം ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും നടക്കുന്നത്. സോ ട്രിവാൻഡ്രം പീപ്പിളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പാർട്ടാവാം. നമ്മൾ ഭയങ്കര ഹ്യൂജ് പൈസ ഇട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെയൊക്കെ ഈ ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ പാർട്ടാവാം. മക്കളൊക്കെ ആയിട്ട് ലൈറ്റ് കാണാൻ കനക്കുന്നു. സെയിം ലൈറ്റ് തന്നെയാണ് എല്ലാ വർഷവും, സെയിം ലൈറ്റ് തന്നെയാണ്, എല്ലാം സെയിം ആണ്. പക്ഷേ രസമാണ്, അതിലൊരു രസമുണ്ട്. സോ ഞാൻ ഇന്ന് ലൈറ്റ് കാണാൻ പോവുകയാണ്. ഈ 3 വർഷത്തിൽ എല്ലാ പ്രാവശ്യവും ഓണത്തിനും ക്രിസ്മസിനും ന്യൂ ഇയറിനും എന്തൊക്കെ പരിപാടി ഉണ്ടോ അതിനൊക്കെ അവിടെ ലൈറ്റ് ഇടും. സോ ആ ലൈറ്റ് തന്നെയാണ്, എനിക്ക് തോന്നുന്നു സെയിം ലൈറ്റ് തന്നെയാണ് അവർ വെച്ച് പിന്നെ ഇടുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷനൊക്കെ ഉണ്ടാവും, കനക്കുന്ന എന്തെങ്കിലും പൂക്കളുടെ സാധനം, പിന്നെ എന്തൊക്കെയോ സംഭവമുണ്ട്. പോയൊക്കെ എന്താണേലും അടിപൊളിയാവുമെന്ന് വിചാരിക്കണം. സോ ലെറ്റ്സ് സീ ദാറ്റ്. ദിസ് ഈസ് മൈ ഓണം മെഹന്തി. ഓണം കളറാക്കലിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാല എന്തോ വാങ്ങാൻ പോയപ്പോൾ ഒരു പിക് ട്യൂബ് കണ്ടു. എനിക്ക് മെഹന്തി ഇടാൻ ഭയങ്കര ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലിടാൻ കാര്യമായിട്ട് ഇഷ്ടമല്ല, എന്നാലും ഒരു ഫോട്ടോ സാധനത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി ഒന്ന് മെഹന്തി ഇട്ടു. ഇന്ന് ഫുൾ മൂണാണ്. എല്ലാ കൊല്ലവും ഇവർ പക്ഷേ ഒരു ലോഡ് കളേഴ്സ് ഇടും. എനിക്കാണെങ്കിൽ ഇതെല്ലാം വാം ലൈറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആണ് ഞാൻ പറഞ്ഞ വാംലേറ്റിന്റെ ഏരിയ. ഈ വാംലേറ്റ് മാത്രമാണെങ്കിൽ ഭയങ്കര രസമാണ്. ഞാനൊരു വാംലേറ്റ് ഫാനാണ്. ലൈറ്റ് ഇടുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വർഷം എനിക്ക് വേണ്ടി കംപ്ലീറ്റ് വാംലേറ്റ് ഇടുക. ലുക്ക് അറ്റ് വാംലേറ്റ് ഗൈസ്, എന്ത് രസമാണ്. ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓണം കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇടട്ടെ, കുറച്ച് സർക്കാരിന് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. അമ്മേ ജാതി തിരക്ക്. നല്ല തിരക്കുണ്ട്. ബട്ട് എവിടൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ ബാക്കിയുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
ലാസ്റ്റ് 2 ഓണങ്ങളെ നോക്കുമ്പോൾ കേട്ടോ. അതിന്റെ മുന്നത്തെ ഓണം എനിക്ക് അറിഞ്ഞൂടാ. ഒഫീഷ്യൽ ക്യാമറമാനോ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർ ഭയങ്കര ഫാമിലി ഫോട്ടോ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടി നടക്കുന്നുണ്ടാവും. ഞാനാണെങ്കിൽ ആ പരിസരത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കും. എനിക്ക് കുറെ കാലമായിട്ടുള്ള ഒരു ഏർപ്പാടാണിത്. ബോക്സിലേക്കാക്കി അതിനുള്ള അതിനുള്ള പൈസ എടുത്തിട്ട് ബാക്കി ബോക്സിനകത്ത് ഇൻക്രീസ് സോ ദാറ്റ് വാസ് അവർ കനകക്കുന്ന് വ്ലോഗ്. അതിന് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ 2 സംഭവങ്ങളുണ്ടായിരുന്നു. ഒന്നൊരു ഫിലിം കോർണറും നമ്മൾ IFFK ഒക്കെ കാണുന്നതിന് വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ, പ്ലസ് ഒരു പാവക്കൂത്തിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. രണ്ടുമാണ് വെറൈറ്റി ആയിട്ടുള്ളത്. സോ മെനി ഓഫ് പ്ലേസസ് ആർ എംപ്റ്റി. എന്തൊക്കെയോ ഫീൽ ചെയ്യാത്ത പോലെയുണ്ട്. പുതിയ ഗവൺമെന്റിന്റെ ഫസ്റ്റ് പ്രോഗ്രാം അല്ലേ, നമുക്ക് സമയം കൊടുക്കാം. അപ്പോൾ if you guys enjoy this vlog, bye bye.